ഫെബ്രുവരി 14 സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴാണ് വീടിന് മുൻപിൽ കുറെ കരിയില കിളികൾ ബഹളം വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കുറെ നോക്കിയെങ്കിലും കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ എന്റെ അച്ഛനാണ് നിലത്തൊരു കിളിക്കുഞ്ഞ് കിടക്കുന്നത് എന്നെ വിളിച്ച് കാണിക്കുന്നത്. ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള അന്വേഷണം എന്റെ വീടിന്റെ മുറ്റത്തുള്ള റംബൂട്ടാൻ മരത്തിലാണ് ചെന്നെത്തിയത്. ഇത്രയും ഉയരത്തിലുള്ള കൂട്ടിൽ നിന്ന് വീണ കുഞ്ഞിന് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ആദ്യത്തെ ആശങ്ക. പക്ഷേ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആണെന്നാണ് എന്റെ പ്രാഥമിക നിഗമനം. പൊതുവെ ദുർബലരായ കരിയില കിളികൾക്ക് ഈ കുഞ്ഞിനെ ഇത്രയും ഉയരത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഇതിനെയും കൊണ്ട് ഇത്രയും ഉയരത്തിലുള്ള കൂട്ടിൽ കയറിയാൽ തിരിച്ചിറങ്ങാൻ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമെന്നും മനസ്സിലായി. അതുകൊണ്ട് ഇതിനൊരു കൂട് നിർമ്മിക്കാനായി എന്റെ പ്ലാൻ. അങ്ങനെ ഫ്ലിപ്കാർട്ടിന്റെ ഒരു പഴയ കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് വൃത്തിയാക്കി അതിൽ വാഴക്കച്ചി നിറച്ച് ഒരു ചെറിയ കൂടുണ്ടാക്കി അതിൽ കുഞ്ഞിനെയും എടുത്തു വെച്ചു. ആദ്യം വീടിന്റെ സോപാനത്തിൽ വെച്ചെങ്കിലും കിളികൾക്ക് അവിടേക്ക് വരാൻ ഒരു മടിയുള്ളതുപോലെ തോന്നി. അതുകൊണ്ട് കൂടെടുത്ത് വീടിന്റെ മുറ്റത്തെ നന്ദ്യാർവട്ടം ചെടിയുടെ ചില്ലകൾക്കിടയിലായി സ്ഥാപിച്ചു. കൂടിന്റെ മുകളിലായി കിളികൾ കയറുമ്പോൾ കൂട് ചരിഞ്ഞ് താഴെ വീഴാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് കൂടിന്റെ വശങ്ങളിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് അത് സെക്യൂർ ആക്കി. എന്തായാലും എന്റെ കിളിക്കൂട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. തള്ളക്കിളിയും കൂട്ടരും തീറ്റയുമായി വരാനും തുടങ്ങി. പിന്നീട് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ കിളികൾക്ക് പേടിയില്ലാത്തതുപോലെയും എനിക്ക് തോന്നി. 16 വയസ്സ് വരെ ആയുസ് വരുന്ന കരിയില കിളികൾ ഒരു കൂട്ടമായിട്ടാണ് നടക്കാറ്. ഒരു സംഘത്തിലെ ഒരു ജോഡി മാത്രമാണ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളാകുന്നത്. കുഞ്ഞിനെ സംരക്ഷിക്കുന്നതും തീറ്റ നൽകുന്നതും സംഘത്തിന്റെ കൂട്ടുത്തരവാദിത്തമാണ്. കിളികൾക്ക് കഴിക്കാൻ കുറച്ച് അവലും മലരും ഞാൻ കൊടുത്തിരുന്നു. പിന്നെ ചൂടുകാലമായതുകൊണ്ട് തന്നെ കിളികൾക്ക് കുടിക്കാൻ ഒരു ട്രേയിൽ വെള്ളവും കരുതാറുണ്ട്.